നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിലവിൽ പോലീസ് പ്രാഥമികമായി വ്യക്തമാക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ കുടുംബത്തിന് വിട്ടു നൽകും എന്നും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസ് പറയുന്നത്. ഇനി വിശദമായി തന്നെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് കൂടി അയക്കേണ്ടതുണ്ട്. അതും കൂടി വന്നതിന് ശേഷം മാത്രമേ അന്തിമമായി ഇത് പറയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമികമായി ഡോക്ടർമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു സ്വാഭാവിക മരണമാണ്. യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർമാരും പോലീസും വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു 3 തലത്തിലുള്ള പരിശോധനയാണ് പോസ്റ്റ്മോർട്ടത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, എന്തെങ്കിലും തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടോ, ശരീരത്തിൽ അദ്ദേഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ശരീരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ, ആ മർദ്ദനമോ അത്തരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വാഭാവിക മരണമാണോ എന്നുള്ളതും പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിൽ യാതൊരു തരത്തിലുള്ള പരിക്കുകളും ശരീരത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ പറയുന്നത്. എക്സ്റേ അടക്കമുള്ള പരിശോധനകൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത്തരത്തിൽ മർദ്ദനമേറ്റതിന്റെയോ പാടുകൾ ഒന്നുമില്ലെങ്കിൽ അത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇനി ഏറ്റവും എടുത്തു പറയാനുള്ളത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലമാണ്. വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ളതാണ്. അത്തരത്തിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയോളം കാത്തിരിക്കേണ്ടതുണ്ട്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രാഥമികമായി ഡോക്ടർമാരുടെ സംഘം 8 അംഗ വിദഗ്ധ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവർ പറയുന്നത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് സ്വാഭാവിക മരണം ആണ് എന്ന് തന്നെയാണ്. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകുകയും ചെയ്യും. ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ പോസ്റ്റ്മോർട്ടം നടന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മൃതദേഹം ഏറ്റുവാങ്ങുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഇനി ഇവർ ആ സമാധി മണ്ഡപത്തിൽ സമാധി ഇരുത്തിയിരുന്ന ആ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ കുടുംബത്തിന് ഈ മൃതദേഹം മറവ് ചെയ്യാവുന്നതാണ്. അതേക്കുറിച്ചൊക്കെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കുടുംബമാണ്. ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളുമാണ്. അവർക്ക് അതേ സ്ഥലത്ത് തന്നെ വേണമെങ്കിൽ ഈ മൃതദേഹം സംസ്കരിക്കാവുന്നതാണ്. അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് കുടുംബം തീരുമാനിക്കാം. ഇത്തരത്തിൽ തന്നെ സമാധി ഇരുത്തിയിരുന്ന രീതിയിൽ തന്നെ മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ ആ രീതിയിലാകാം. അതല്ല ഇനി സാധാരണ മറ്റാളുകളെ സംസ്കരിക്കുന്നത് പോലെ കല്ലറ ക്രമീകരിച്ചാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും നിയമപരമായി ഒരു തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നെയ്യാറ്റിൻകര DYSP വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ കുടുംബത്തിന് അന്തിമ തീരുമാനമെടുക്കാം. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് രാവിലെ മുതൽ തന്നെ കുടുംബം യാതൊരുവിധ പ്രതികരണവും ഈ വിഷയത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ വരെ ശക്തമായ രീതിയിൽ ഇതിനെ എതിർത്തുകൊണ്ടാണ് കുടുംബം രംഗത്തെത്തിയത്. എന്നാൽ ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായതിനു ശേഷം ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയാണെങ്കിൽ പോലും ഈ മൂത്ത മകൻ സനന്ദനെ പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇളയ മകനും ഭാര്യയും ഈ സ്വാമിയുടെ ഭാര്യയും ആ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷെ അവർ പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല. വീടിനകത്ത് ഇരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വീടിന്റെ പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് കാവലുമുണ്ട്. പക്ഷെ അവർ ഇന്ന് ഇതേവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി എന്താണ് കുടുംബത്തിന്റെ അടുത്ത തീരുമാനം എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം ഏത് രീതിയിലാണ് ഈ കുടുംബം ഇത് സംസ്കരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്താണെങ്കിലും യാതൊരു തരത്തിലുള്ള എതിർപ്പുകളുമില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും കുടുംബം തീരുമാനിക്കുന്ന രീതിയിൽ അത് സംസ്കരിക്കാം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ മുൻപ് അവർ സംസ്കരിച്ചിരുന്ന അതേ സ്ഥലത്ത് അതേ രീതിയിൽ വേണമെങ്കിലും ഇവർക്ക് അത് വീണ്ടും സംസ്കരിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സമാധി ഇരുത്താവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ എതിർപ്പുകളും ഇല്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് ഈ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതോടുകൂടി ആ വിഷയത്തിൽ വലിയൊരു ദുരൂഹത ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ ആരോപിച്ചത് ഇവരുടെ സമീപവാസിയായ ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തിയാണ് ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മാൻ മിസ്സിങ്ങിന് പോലീസിൽ പരാതി കൊടുക്കുന്നത്, കേസ് കൊടുക്കുന്നത്. പിന്നീട് അത് വാർത്തയായതോടുകൂടി കേരളം ഒന്നാകെ ഈ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ, ഇദ്ദേഹത്തിന്റെ സമാധിയിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് കേരളം സംശയിക്കുകയായിരുന്നു.
അങ്ങനെ സംശയിക്കാൻ ചില കാരണങ്ങളുമുണ്ട്. ഈ കുടുംബത്തിന്റെ പ്രതികരണം തന്നെയാണ് അതിന് കാരണമായത്. മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കം നടത്തിയ ചില സ്റ്റേറ്റ്മെന്റുകൾ കേൾക്കുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട് എന്ന് ആർക്കും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് ഇത് വലിയ വിവാദമായതും വലിയ വാർത്താ പ്രാധാന്യം നേടിയതും. ഇതിനുശേഷം ഒരു തരത്തിലും ഈ സമാധി മണ്ഡപം പൊളിക്കാൻ അല്ലെങ്കിൽ സമാധി പുറത്തേക്കെടുക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കുടുംബം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ സമാധി ഡോക്ടർമാർ തൊട്ടാൽ അല്ലെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടത്തിയാൽ ആ സമാധി ആ ശരീരം അശുദ്ധമായി പോകും, അതുകൊണ്ട് ഒരു തരത്തിലും അത്തരം നീക്കങ്ങൾക്ക് അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. ഈ സ്വാമിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അത് നൽകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് സ്വാഭാവികമായും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം, FIR രജിസ്റ്റർ ചെയ്യാം. ആ മണ്ഡപം പൊളിച്ച സമാധി മണ്ഡപം പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തേക്കെടുത്ത പോലീസിന് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് ഹൈക്കോടതി കൂടി പറഞ്ഞതിന് ശേഷം ഈ കുടുംബം നിശബ്ദമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്താണെങ്കിലും ഇന്ന് രാവിലെ സമാധി മണ്ഡപം പൊളിച്ച അവസ്ഥയിൽ കാണാൻ സാധിച്ചത് ഈ കുടുംബം മുൻപ് പോലീസിന് മൊഴി നൽകിയതുപോലെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ആ ഗോപൻ സ്വാമി ആ സമാധി മണ്ഡപത്തിനുള്ളിൽ ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തുവരെ ഭസ്മവും മറ്റു പൂജാദ്രവ്യങ്ങളും ഉപയോഗിച്ച് മൂടിയ അവസ്ഥയിലായിരുന്നു, വാ തുറന്ന അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് കാഴ്ചക്കാർ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, കണ്ടുനിന്ന പൊതുപ്രവർത്തകർ അടക്കം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ശരീരം പൂർണ്ണമായി ജീർണിച്ച അവസ്ഥയിലായിരുന്നില്ല, ഏതാണ്ട് ആളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇത് ഗോപൻ സ്വാമി തന്നെയാണ് എന്ന് സ്ഥലത്തെ ജനപ്രതിനിധികളടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പോലീസ് അവരുടേതായ തലത്തിലുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. എന്താണെങ്കിലും ഇത് ഇദ്ദേഹം തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി DNA പരിശോധന അടക്കം നടത്തുമെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഏതാനും ദിവസങ്ങളായി നീണ്ടുനിന്ന വലിയ വിവാദങ്ങൾക്കാണ് ഇന്ന് ഇപ്പോൾ ഒരു അന്ത്യമായിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമാധി ആയതിനു ശേഷം ഒരു ഡോക്ടറെ കണ്ട് ഇത് ഉറപ്പുവരുത്തിയതിന് ശേഷം ഈ സമാധി മണ്ഡപത്തിലേക്ക് അദ്ദേഹത്തെ ഇരുത്തിയിരുന്നെങ്കിൽ ഇത്രത്തോളം വിവാദമാകില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്താണെങ്കിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീണ്ടുനിന്ന വിവാദങ്ങൾക്ക് വിരാമമായിരിക്കുകയാണ്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മരണപ്പെട്ട സംഭവത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്.